ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഹംപിയിൽ വന്നിട്ട് 4ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോണത് വിത്തല ടെമ്പിൾ, പിന്നെ അത് കഴിഞ്ഞിട്ട് മങ്കി ടെമ്പിൾ ഒരു മലേൻ്റെ മുകളിലാണ്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ. അപ്പോൾ പോയാലോ? നമ്മളിപ്പോൾ വിത്താല ടെമ്പിളിൻ്റെ ഗേറ്റിന് മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഇക്കോ ഫ്രണ്ട്ലി ഇലക്ട്രിക് ബഗ്ഗി. മനു വേഗം ചെന്ന് ടിക്കറ്റ് എടുത്തു. 50 രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ്. പൊല്യൂഷനും വൈബ്രേഷനും കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇതുപോലുള്ള ഇലക്ട്രിക് ബഗ്ഗികൾ ഉപയോഗിക്കുന്നത്. പ്രൈവറ്റ് വാഹനങ്ങൾ ഇവിടെ അലൗഡ് അല്ല. ഇവിടെ നിന്നും 1 കിലോമീറ്ററോളം ദൂരമുണ്ട് വിത്താല ടെമ്പിളിലേക്ക്. Can I take your video? Oh yes, for YouTube. Ali Muthu, hi Manu. Hi. Hi. Ali. Say hi. Hi. Can you video? Vlogger. मेरा first video. So usually in Karnataka it's first time or? No. For Karnataka, many time. Okay. It's like Hampi is first time. oh, okay. I'm sorry, I don't know good English. It's okay. No issues. You can understand. So we are not like what to say experts. We are also managed. Okay. My brother was doing the internship in DRDO Kochi. Oh, Kochi. So that time I came 2 times to Kochi. Oh, okay. How's Kochi? Yeah, good. But I came in a rainy season. It's really horrible to us. Okay. We are from Bangalore, so for us it's very horrible. Hampi first time? No. Hampi I came many times. Oh, okay. With my family it's first time. With my dad and mom. Okay. So it's the first time. What's your I name? came many times. What's your name? Madhu. I'm Jitu. Sorry? Jitu. Oh, My YouTube channel का name Jitu Boomerang. Jitu Bombarai. Jitu Boomerang. You please subscribe. Yeah. Sure. We are there, right? So. ഇത് വിജയ് വിത്താല ക്ഷേത്രത്തിന് മുമ്പിലെ വിത്താല ബസാർ. കോമ്പൗണ്ട് വാളുകളും ക്ഷേത്രഗോപുരങ്ങളും വിത്താല ബസാറും കുളങ്ങളും വീടുകളും വരെയുള്ള വിശാലമായൊരു പ്രദേശത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വിത്താല ബസാറിൽ രത്നങ്ങളും പവിഴങ്ങളും പട്ടുവസ്ത്രങ്ങളും തുടങ്ങി ആനകളെയും കുതിരകളെയും വരെ കച്ചവടം നടത്തിയിരുന്നു. അതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഇതിലെല്ലാം നടക്കാൻ. ₹50 ഇവിടെയും ടിക്കറ്റ് ചാർജ്.
വിഷ്ണുവിൻ്റെ അവതാരമായ വിത്താല ഭഗവാന്റെ വാസസ്ഥലമായിട്ടാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ഐതിഹ്യം. ഹംപിയിലെ ഏറ്റവും ആഡംബരമായ ഏറ്റവും ആകർഷകമായൊരു വാസ്തുവിദ്യയായിട്ടാണ് വിത്താല ക്ഷേത്രം കണക്കാക്കപ്പെടുന്നത്. 15-ാം നൂറ്റാണ്ടിൽ, കൃത്യമായി പറഞ്ഞാൽ AD 1422 മുതൽ 1446 വരെയുള്ള കാലഘട്ടത്തിൽ വിജയനഗര സാമ്രാജ്യത്തിലെ ഭരണാധികാരിയായിരുന്ന ദേവരായ രണ്ടാമനാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചിട്ടുള്ളത്. തുടർന്ന് AD 1509 1529 കാലഘട്ടത്തിൽ വിജയനഗര സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രശസ്തനായ കൃഷ്ണദേവരായർ ക്ഷേത്രത്തിലെ നിരവധി ഭാഗങ്ങൾ വികസിപ്പിക്കുകയും ചെയ്തു. വിത്താല ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് കല്ലിൽ തീർത്ത ഈ രഥം. നമ്മുടെ 50 രൂപ നോട്ടിൽ കാണുന്ന രഥം ഇതുതന്നെയാണ്. ഒറ്റക്കല്ലിൽ തീർത്ത രഥം എന്ന് പറയുന്നുണ്ടെങ്കിലും അനേകം വലിയ ഗ്രാനൈറ്റ് പാളികൾ ഒരുമിച്ച് ചേർത്താണ് ഈ രഥം നിർമ്മിച്ചിരിക്കുന്നത്. പാളികളിലെ ജോയിൻ്റ് അറിയുന്നില്ലെന്ന് മാത്രം. രണ്ട് കുതിരകൾ ചേർന്ന് വലിക്കുന്ന രീതിയിലായിരുന്നു രഥത്തിൻ്റെ നിർമ്മാണം. തളിക്കോട്ട യുദ്ധത്തിൽ ഈ രഥത്തിനും കേടുപാടുകൾ സംഭവിച്ചിരുന്നു. ഈ ആനകളെ മറ്റെവിടെ നിന്നോ കൊണ്ടുവന്ന് ഇവിടെ പ്രതിഷ്ഠിച്ചതാണ്. സംഗീതം പൊഴിക്കുന്ന 56 തൂണുകളുള്ള രാഗമണ്ഡപയാണ് ഇവിടുത്തെ മറ്റൊരാകർഷണം. ഇതിലെ ഓരോ തൂണും 7 ചെറിയ തൂണുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. സരിഗമ തൂണുകളെന്നും ഇവ അറിയപ്പെടുന്നു. തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലെ നെല്ലായപ്പർ ക്ഷേത്രത്തിലും ഇതുപോലുള്ള സംഗീതം പൊഴിക്കുന്ന തൂണുകൾ നമുക്ക് കാണാനാകും. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഹംപി 1336 മുതൽ 1565 വരെ നിലനിന്നിരുന്ന വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു. ആയിരത്തി 1336 സഹോദരങ്ങളായ ഹരിഹരൻ, ബുക്കരായർ എന്നിവർ ചേർന്നാണ് വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത്. ഹൊയ്സാല, കാകതീയ രാജവംശങ്ങളുടെ തകർച്ചയ്ക്ക് ശേഷം വിജയനഗര സാമ്രാജ്യം കരുത്താർജിച്ചു. ചൈനയിലെ ബെയ്ജിംഗ് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമായിരുന്നു ഹംപി. ആയിരത്തി 1509 1529 കാലഘട്ടത്തിൽ വിജയനഗരം ഭരിച്ചിരുന്ന കൃഷ്ണദേവരായരുടെ കാലത്താണ് ഹംപി ഏറ്റവും കൂടുതൽ വികസിച്ചത്.
പേർഷ്യയിൽ നിന്നും പോർച്ചുഗീസിൽ നിന്നും വ്യാപാരികൾ ഹംപിയിൽ കച്ചവടത്തിനായി വന്നു പോയിക്കൊണ്ടിരുന്നു. ഒടുവിൽ 1565 അഹമ്മദ് നഗർ, ബീജാപ്പൂർ, ഗോൾക്കൊണ്ട, ബീദാർ തുടങ്ങിയ സുൽത്താനേറ്റുകളുടെ ആക്രമണത്തിൽ ഹംപി നശിപ്പിക്കപ്പെട്ടു. 6 മാസത്തോളം നീണ്ട കൊള്ളയടിയിലും കൂട്ടക്കൊലയിലും തീവെപ്പിലും വിജയനഗരം നാമാവശേഷമായി. ഇതോടെ ഈ നഗരം ഉപേക്ഷിക്കപ്പെടുകയും വെറും കരിങ്കൽ കൂമ്പാരങ്ങളും അവശിഷ്ടങ്ങളും മാത്രമായി അവശേഷിക്കുകയും ചെയ്തു. ഇത് വിജയ് വിത്തല ടെമ്പിൾ. ഇത് എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി. നിങ്ങളെല്ലാവരും അത്ഭുതപ്പെടുത്തും. ആ ഉള്ളിലുള്ള ആ ഇരുട്ടിൻ്റെയും വെളിച്ചത്തിൻ്റെയും ഒരു മാജിക് ഉണ്ടല്ലോ, വാ, അവിടെ അത് അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ. അതിൻ്റെ ഉള്ളിൽ കയറിയാൽ എന്തോ ഒരു ലൈറ്റപ്പ് ചെയ്ത പോലെ മുകളിൽ ഫുള്ള് ഇരുട്ട്, ഉള്ളിൽ ഫുള്ള് ഇരുട്ട്, മുകളിൽ ഒരു കുറച്ച് ഹോൾസിൽ നിന്ന് ഇങ്ങനെ നാച്ചുറൽ സൺലൈറ്റ് ഇങ്ങനെ ഉള്ളിലേക്ക് ഇറങ്ങി വരിക. അത് അവിടെ ഉണ്ടാക്കുന്ന ഒരു മാജിക് ഉണ്ടല്ലോ, പൊളി 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 പൊളി. ഇവിടെ എന്തായാലും നിങ്ങൾ ഹംപി വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ആക്കണ്ടാത്ത ഒരു സ്ഥലമാണ് വിത്താല ടെമ്പിൾ. അപ്പോൾ വിത്താല ടെമ്പിളിൽ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ്. വിത്താല ടെമ്പിൾ നല്ല മനോഹരമായ കാഴ്ചകളും മനോഹരമായ അനുഭവങ്ങളാണ് എനിക്ക് സമ്മാനിച്ചത്. അപ്പോൾ നമുക്ക് ഇറങ്ങാൻ എക്സിറ്റ് തരേ. അപ്പം നമ്മൾ പുറത്തേക്ക് പോവാണ്. അതല്ല, എക്സിറ്റ് വേറെയാണ്, എൻട്രൻസ് ആണ്. പിന്നെ മനു ഇവിടെ ആദ്യമായിട്ട് വന്നതിനെ കൊണ്ട് മനു വലിയ അത്ഭുതമൊന്നും ഉണ്ടാവില്ല.
പക്ഷേ ഞാൻ കണ്ടതും കേട്ടതും അനുഭവിച്ചതും ഒക്കെ അനുഭവങ്ങൾ മാത്രമായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും ഹംപി വിസിറ്റ് ചെയ്യുക. ഹംപി വിസിറ്റ് ചെയ്യുമ്പോൾ മിസ്സാക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ് വിത്താല ടെമ്പിൾ, വിജയ് വിത്താല ടെമ്പിൾ. വിജയ് വിത്താല ടെമ്പിളിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ പുറത്തുള്ള കാഴ്ചകളേക്കാൾ മനോഹരമാണ്. ഞാൻ പറഞ്ഞല്ലോ, ആ ഇരുട്ടിൻ്റെയും വെളിച്ചത്തിൻ്റെ ഒരു മാജിക് ഉണ്ട് ഇതിനുള്ളിൽ. അത് അനുഭവിച്ചെന്ന് അറിയണം. അതിങ്ങനെ ഫോണിൽ കൂടെ കണ്ടാൽ അല്ലെങ്കിൽ ടി വിയിൽ കൂടെ കണ്ടാൽ മനസ്സിലാവില്ല. അപ്പം നമ്മൾ പുറത്തിറങ്ങട്ടെ. പുറത്തിറങ്ങിയ ശേഷം ബാക്കി വിശേഷങ്ങൾ. അപ്പോൾ വിജയ് വിത്താല ടെമ്പിളിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ്. നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ ഏതാ മനു? പുഷ്കരണി എന്ന് പറഞ്ഞൊരു കുളമാണ്. കുറേ പടവുകളൊക്കെ ഉള്ള ഒരു കുളം. അപ്പം നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാം. ഇവിടുത്തെ വണ്ടി വരാൻ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വണ്ടി ഇപ്പോൾ വരും എന്ന് വിചാരിക്കണം. ഓക്കെ.